ഇത് കണ്ടാലേ ഇതിന് പ്രഥമദൃഷ്ടിയ അതിന് ദോഷമൊന്നുമില്ല, നല്ല സാധനം അത്. പക്ഷേ ഇത് അനവധി കാലം ഇങ്ങനെ വേണ്ടാന്ന് ഉപയോഗിക്കാനുള്ള വെച്ചതിന്റെ ഒരു ദോഷം ഉണ്ടാവും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാന് ഇത് ഇല്ലത്ത് കൊണ്ടുപോയിട്ട് ചില പൂജകളൊക്കെ ചെയ്ത് ഇതില് ചൈതന്യമൊക്കെ ഇതിലാക്കി കഴിഞ്ഞിട്ട് തനിക്ക് തരാം. വേണം അവിടെ വെച്ചാൽ മതി. തനിക്കാണ് ഇതിപ്പോ ആവശ്യം. അല്ലെങ്കിൽ തന്റെ ചുറ്റുപാടും ശത്രുക്കളാണ്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ നാദം എവിടെയൊക്കെ കേൾക്കുന്ന അവിടെയുള്ള ശത്രുക്കളൊക്കെ മുഴുവൻ പോവും, നശിച്ചു പോവും. പിന്നെ മഹാലക്ഷ്മി തന്റെ ഈ ശബ്ദം കേൾക്കുന്ന ദിക്കിലൊക്കെ മഹാലക്ഷ്മി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ആവാഹനൊക്കെ നടത്തിയിട്ട് തരാന്നാ പറയുന്നല്ലേ? അതെ, ഞാൻ 1.5 ആഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുതരും. ഈ ആവാഹനം കഴിഞ്ഞിട്ടേ എന്നെ വിളിക്കണേ. ഇത് പക്ഷെ ഇവിടെ തൂക്കരുത്, അകത്ത് പൂജാമുറിയിൽ വെക്കാവും, വെക്കാൻ പാടുള്ളൂ. ഇപ്പൊ കൊണ്ടുപോയിക്കോളൂ. തന്റെ വാഗ്ദോഷം ഇതൊക്കെ മാറി കിട്ടും. ആണല്ലേ? നല്ല ഐശ്വര്യം ഉണ്ടാവും. ആയിക്കോട്ടെ. എന്നാ ശരി. എന്താ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഒരു കാര്യം? എന്റെ ഏട്ടാ, മഹാലക്ഷ്മിനെയാണോ ഈ ചവിട്ടി പുറത്താക്കിയത്? ഇത്രയും വിലപിടിപ്പുള്ള സാധനമാണ് ഏട്ടൻ എന്തിനാണായോ അവര് പറഞ്ഞാൽ കേട്ടില്ലേ? മിണ്ടരുത്, മഹാലക്ഷ്മിന്റെ കാര്യം ഇവിടെ മിണ്ടരുത്. ഒരു പ്രതിമ തോർത്തുകൊണ്ട് ഉടുപ്പിക്കാനുള്ള ഒരു പ്രതിമ ജൂനിയർ മാൻഡ്രാക്മാരി എന്റെ കൈ കൊണ്ടുവന്നിട്ട് അതിന്റെ എന്തൊക്കെ ദൂഷ്യങ്ങൾ ഉണ്ടായി നടക്കണ്ടല്ലേ? അതൊന്നും ആയിരിക്കും, ഇതുവല്ല റൈസ് പുള്ളറോ അങ്ങനെ എന്തെങ്കിലും റൈസ് പുള്ളർ മിണ്ടരുത്. അത് കംപ്ലീറ്റ് കൂടോത്ര. എനിക്ക് ഉറപ്പാ ഇപ്പൊ സന്തോഷത്തോടെ അദ്ദേഹം അത് സ്വീകരിച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് മൂപ്പർ എന്തൊക്കെ ആവാഹനം നടത്തിയാലും അത് ഞാൻ സ്വീകരിച്ചാലേ എന്റേതാവുള്ളൂ. ആവാഹനം നടത്തി കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു പറയും, മോനെ അതവിടെ തന്നെ വെച്ചോട്ടെ, ഇല്ല തിരിച്ച് വഹിച്ചോളാൻ പറയും. ഓർക്കണം, ഇതിന്റെ മഹത്വം അവനുണ്ട് അറിയുന്നു. കൊരങ്ങനെ പൂമാല കിട്ടിയ പോലെ അവിടെ ഇവിടെ വെച്ചതാ അവന് മഹാലക്ഷ്മി ഉണ്ടാക്കുന്നു.